ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ വാർഡിൽ നിന്നും BJP സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് ശ്രീ G. ജയചന്ദ്രനാണ്. അദ്ദേഹം പ്രവർത്തകരുമൊത്ത് പ്രദേശത്തെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവരുടെ പ്രതികരണവും അദ്ദേഹത്തിൻ്റെ വികസന സ്വപ്നങ്ങളും അദ്ദേഹം തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വന്നാൽ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് അദ്ദേഹത്തിൽ നിന്ന് തന്നെ കേട്ടു നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ബഹുമാന്യ മിത്രങ്ങളെ, ബന്ധുമിത്രാദികളെ, ഈ കഴിഞ്ഞ 2-3 ദിവസമായി പ്രവർത്തന മണ്ഡലത്തിൽ വീട് വീടാന്തരം കയറി ഇറങ്ങുകയും അനേക വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുകയും ചില ആത്മാക്കളിൽ അവർക്ക് പ്രയാസങ്ങളുടെ നല്ലൊരു പോരായ്മകൾ കാണാറുണ്ട്. അവിടെ ഈ പ്രയാസങ്ങളെന്ന് പറയുമ്പോൾ എല്ലാ ഗവൺമെന്റും മാറി മാറി വരുമ്പോഴും വേണ്ടതൊക്കെ അവരെ കൊണ്ട് ചെയ്യാവുന്ന ചെയ്യുകയും എന്നാൽ ജനങ്ങളിൽ എത്തപ്പെടാത്ത ചില സംഗതികൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. പ്രധാനമായി കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന കാരണമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് അമ്മയും അച്ഛനും വളരെ പരിശ്രമിക്കുന്നുണ്ട്. മത്സരിച്ചവർ കുഞ്ഞുങ്ങളെ പുസ്തകപ്പുഴു ആക്കരുത്. അവർക്ക് കുറച്ചൊക്കെ കരിക്കുലത്തിലൊക്കെ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് ജീവിതാനുഭവങ്ങളിൽ അവർക്ക് അക്ഷരങ്ങൾ പഠിപ്പിക്കുകയും വിവിധ ഭാഷകൾ പഠിപ്പിക്കുകയും ചെയ്യണമെന്നൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കുറവ് കാണുന്നുണ്ട്. ഉദാഹരണത്തിനായി പഠിച്ചിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വിദേശ ഭാഷയാകുന്ന ഫ്രഞ്ചോ സ്പാനിഷോ ജർമ്മൻ ലാംഗ്വേജിൽ പഠിച്ചാൽ ഇവിടെ നിന്ന് അവർക്ക് വിദേശത്ത് പോയി പഠിക്കുന്നതിന് മാത്രമല്ല സ്കോളർഷിപ്പോടുകൂടി നല്ലൊരു തൊഴിൽ കണ്ടെത്താനും ആ വരുമാനം നമ്മുടെ ഗ്രഹങ്ങളിലേക്ക് ഭവനങ്ങളിലേക്ക് മാതാപിതാക്കൾക്ക് കൊടുക്കാൻ കഴിയുന്നതുമാണ്. ഇതിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും വിശകലനം ചെയ്യുമ്പോഴാണ് മക്കളൊക്കെ വിദേശത്തായിരിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരുടെ മാതാപിതാക്കൾ പ്രായമായി കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വേണ്ട ശ്രദ്ധയും അവർക്ക് വേണ്ട ആരോഗ്യത്തിന് വേണ്ട പോഷകാഹാരങ്ങളും കൊടുക്കാനോ ശ്രദ്ധിക്കാനോ കഴിയാത്തൊരവസ്ഥയാണ്. അവർ വീട്ടുജോലിക്കാരെ പോലെ വീട്ട് സൂക്ഷിക്കുന്നവരെ പോലെ ആകുന്നൊരു സ്ഥിതിയിലേക്ക് പോകുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് നോക്കുമ്പോൾ ജാതിയോ മതമോ മറ്റൊന്നും ഇല്ലാതെ തന്നെ മതം ഏതായാലും ജാതി ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്ന ശ്രീ നാരായണ ഗുരുവിൻ്റെ ആ ശൈലിയും ആ പ്രവർത്തനവും എൻ്റെ മനസ്സിലേക്ക് പലവരി വന്നു ചേർന്നു. എനിക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് പറയുന്നത് ഇവിടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രഹസനമോ പ്രകോപനമോ കൊടുക്കുന്നതല്ല, ഒന്നിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുതലെടുക്കാനുമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഒരു 20 കുടുംബത്തിന് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ചെറുപ്പക്കാരെ അവിടെ നിന്ന് തന്നെ ആ തുറയിൽ നിന്ന് തന്നെ എടുത്തിട്ട് വിദ്യാസമ്പന്നരായവരും അല്ലാത്തവർക്കും ജ്ഞാനവും പരിജ്ഞാനവും കിട്ടുന്നതിനുള്ള പല രൂപത്തിലും ഭാവത്തിലും വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയും. ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, പിന്നെ അവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ പഠിച്ചിട്ട് നിൽക്കുന്നവർക്ക് ജോലിയില്ലായ്മ, പിന്നെ അതിലുപരിയായിട്ട് ജലം കിട്ടാതെ ദാഹിക്കുന്ന ഭവനങ്ങൾ ഞാൻ കണ്ടു. അപ്പോൾ നമ്മുടെ മെയിൻ്റനൻസിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തിയാൽ പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും ഒക്കെ പ്രവർത്തനം വളരെ വളരെ നല്ല കാര്യങ്ങളാണ്. അത് കുറെ കൂടെ മെച്ചപ്പെട്ട് നിവർത്തിക്കണം എന്നെനിക്ക് വളരെ ആഗ്രഹമുണ്ട്. എൻ്റെ വരവോടുകൂടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെന്നോ ചെയ്യാതിരിക്കുമെന്നല്ല, എന്നാൽ കഴിയുന്ന സംഗതികൾ വിദ്യാഭ്യാസത്തിലും അതുപോലെ ശ്മശാനത്തിൻ്റെ ആ കിടപ്പ് ഭയങ്കര കഷ്ടമാണ്. അവിടെ പോയി കാണുമ്പോൾ ഒരു ദുഃഖം തോന്നുന്നുണ്ട്. ഇന്നിപ്പോൾ ജനനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മരണത്തിൽ എത്തുന്ന കാലഘട്ടത്തിലുള്ള ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്താലും മനുഷ്യർക്ക് ഓർമ്മയ്ക്കായി കൊടുക്കുവാൻ പറ്റുന്ന ഒരുപാട് നല്ല പ്രവർത്തനങ്ങളും പ്രവർത്തികളും ചെയ്യാൻ പറ്റും. സ്കൂളിൻ്റെ അഭാവം നമുക്ക് മാറ്റണം. ശുചീകരണം അത്യാവശ്യമാണ്. ജലം നമുക്ക് വീടുകളിൽ എത്തിക്കണം. പ്രായമായവരെയും വാർദ്ധക്യത്തിലേക്ക് നടക്കുന്നവരെയും ശ്രദ്ധ കൊടുത്ത് അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ ഗവൺമെന്റ് തലത്തിൽ നിന്ന് വാങ്ങിക്കൊടുക്കണം. അങ്ങനെ കുറേയേറെ കാര്യങ്ങളുടെ ഒരു ശൃംഖല തന്നെ ഞാൻ എൻ്റെ യാത്രയിൽ കാണാനിടയായി. എല്ലാവർക്കും നന്ദി. എനിക്കൊരു അവസരം തന്നാൽ ഞാൻ അത് വേണ്ട രീതിയിൽ പ്രയോഗിച്ച് എല്ലാവർക്കും ഗുണകരമാകുന്ന രീതിയിലും ന്യൂനതകൾ നിങ്ങൾ പറയുന്നതനുസരിച്ച് നിങ്ങളോട് ചർച്ച ചെയ്ത് തിരുത്തിക്കൊണ്ട് ചെയ്യാനും അവസരം തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും